ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ചില്ലി പ്രോൺസ് ആണ് കേട്ടോ. എളുപ്പമാണ് ഇത്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല അതിനകത്ത് ചേർക്കാനായിട്ട്. നല്ല ടേസ്റ്റായിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സോയാ സോസും ടൊമാറ്റോ സോസും ബ്രൗൺ ഷുഗറുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം സാധാരണ പഞ്ചസാര ചേർത്താലും മതി. സോയാ സോസ് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണും ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണും ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു കടായിലോട്ട് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു, ഒരു 2 നുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് അതിനകത്തോട്ട് നമുക്ക് പ്രോൺസ് ഇടണം. പ്രോൺസ് ഞാൻ എടുത്തിരിക്കുന്നത് 15 എണ്ണമാണ് കേട്ടോ, സാമാന്യം വലിപ്പമുള്ള ഒരു 15 എണ്ണം. ഇനിയിപ്പോൾ അതിന് വഴറ്റി ചേർക്കേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ക്യാപ്സിക്കം അരിഞ്ഞത്, കൊച്ചു സ്ക്വയറായിട്ട് അരിഞ്ഞത് ഒരു 1/2 കപ്പ്, സവാളയുള്ളി സാമാന്യം വലിപ്പമുള്ള ഒരു 2 എണ്ണം, ഒരു 4 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ സെലറി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടത് 8 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് വേണ്ടത്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ്, അത് കാശ്മീരി ചില്ലിയുടെ തന്നെയാണ് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണ്ടത് 1 ടേബിൾ സ്പൂണും. ഇപ്പോൾ ദേ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്കറിയാമല്ലോ, പ്രോൺസിന് ഒട്ടും വേവില്ല. മൊത്തം ഒരു 3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റിൽ കൂടുതൽ പ്രോൺസ് ഒന്നും വേവരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റബ്ബർ പോലെയായി പോവും, പിന്നെ കഴിക്കാൻ ഒരു സ്വാദും ഉണ്ടാവില്ല. ആ ഒരു സോഫ്റ്റായിട്ട്, ആ ജ്യൂസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ പ്രോൺസ് വേവിച്ച് ആ ഒരു വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബ്രോത്ത് നമ്മൾ കളയരുത്, അത് മാറ്റി വെച്ചേക്കണം. അതിൻ്റെ ഒരു 1/4 കപ്പ് ആവശ്യമുണ്ട്, നിങ്ങളൊരു 1/2 കപ്പ് മാറ്റി വെച്ചേരെ. ഇപ്പോൾ ആ ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കല്ലേ. അതിലോട്ട് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് മീഡിയം ഫ്ലെയിം അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവയൊക്കെ ഒന്ന് മാറി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇച്ചിരി വലുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചിരിക്കുന്ന സവോളയുള്ളിയും നടുവേ മുറിച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. നമ്മൾ ഈ സവോള ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ കഷ്ണങ്ങളായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ആ സ്പാച്ചുലായിട്ട് പിതുക്കി ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും. ചൂടാകുമ്പോഴത്തേക്ക് കുറേ കൂടെ വേഗം അതങ്ങ് ഇളകിക്കോളും. ഇപ്പോൾ നമ്മൾ സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സവോളയൊക്കെ അങ്ങ് വഴന്ന് വല്ലാതെ അങ്ങ് വാടിപ്പോകരുത് കേട്ടോ. ഇത് നല്ല കുറച്ച് ക്രിസ്പായിട്ട് തന്നെ ഇരിക്കണം, ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം ഇതിലിടുന്ന സവോളയുള്ളി ആയാലും ക്യാപ്സിക്കം ആയാലും ഒക്കെ. അതുകൊണ്ട് ഇതൊന്നും ഒരുപാട് നേരം വഴറ്റരുത്. നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഞാൻ വളരെ ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഇതുണ്ടാക്കി കഴിയുമ്പോഴും ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ അതിലോട്ട് നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാലോ, അത് ചേർക്കുമ്പോഴേക്ക് പെട്ടെന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചവയൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ പ്രോൺസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി വെന്ത പ്രോൺസ് ആണല്ലോ, ഒരു 1-2 മിനിറ്റേ ആദ്യം കുക്ക് ചെയ്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്തിട്ട് 1-2 മിനിറ്റോടെ മാക്സിമം കുക്ക് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ അത് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആ മുളക് പൊടിയൊക്കെ പ്രോൺസിലോട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇനിയും ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് 2ഉം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഞാൻ പറഞ്ഞല്ലോ, പ്രോൺസ് മൊത്തം മാക്സിമം ആ ഒരു സ്റ്റവിൻ്റെ മേലെ ഇരിക്കുന്നത് 5 മിനിറ്റിൽ ഒരു കാരണവശാലും കൂടരുത് കേട്ടോ. 3 മിനിറ്റിൽ നിർത്താൻ പറ്റിയാൽ അത്രയും വലിയ കാര്യം. ഇപ്പം നമ്മളുടെ ക്യാപ്സിക്കവും ഇട്ട് കഴിഞ്ഞു. ഇനി അതിലോട്ട് വേണ്ടത് കുറച്ച് സോസുകളുണ്ട്. നമ്മളെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസുകളും ബ്രൗൺ ഷുഗറും കൂടെ ഉണ്ട്. പിന്നെ ചെയ്യാനുള്ളത് ഒരു 1/4 കപ്പ് നമ്മൾ ആ ഒരു പ്രോൺസ് വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയുടച്ച് വെക്കണം. ഇപ്പം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോസുകളും ബ്രൗൺ ഷുഗറും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ദേ കണ്ടില്ലേ, നല്ലൊരു കളറുമൊക്കെ വന്നു. ഇതും കൂടെ ആകുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒന്ന് കുറുകാനായിട്ട് ഈ പ്രോൺസിലൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രോത്തിനകത്ത് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്യുന്നത്. പിന്നെ ആ കൊഞ്ച് വേവിച്ച വെള്ളം കൂടെ വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റും വരും.
ഈ ചില്ലി പ്രോൺസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാറ്റർ ഫ്രൈ ചെയ്തിട്ടും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും 1/4 കപ്പ് മൈദയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ഏത്തക്കാപ്പത്തിനൊക്കെ മുക്കി പൊരിക്കത്തില്ലേ, അതുപോലെ ഒരു ഇച്ചിരി കട്ടിയായിട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലിൽ ആദ്യം പ്രോൺസ് വറുത്തെടുത്തിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചധികം ഓയിൽ വീണ്ടും ആവത്തില്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബാറ്റർ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാക്കിയത് കേട്ടോ. ആ പ്രോൺസ് കുക്ക് ചെയ്ത ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ കോൺഫ്ലവർ കലക്കിയതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അതൊന്ന് ചൂടാകുമ്പോഴേക്ക് നന്നായിട്ട് അതൊന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ കുറുകി തുടങ്ങുമ്പോൾ ഉടനെ തന്നെ അങ്ങ് നിർത്തിയാൽ മതി. അല്ല, നന്നായിട്ട് അത് പിടിച്ച് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാകും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇത് കുറച്ച് നേരം പുറത്തിരിക്കുമ്പോഴേക്ക് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് കട്ടിയാകും. അഥവാ നിങ്ങൾക്കപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കട്ടിയായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതിയേ. ഇപ്പം നമ്മുടെ ചില്ലി പ്രോൺസൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പമായി ഇതുണ്ടാക്കാനല്ലേ, വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇനിയും കുറച്ച് സെലറിയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനും കൂടെ കുറച്ച് സെലറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ചില്ലി പ്രോൺസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പികളുണ്ട്, അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്